ഹലോ, ഐപ്രോവൈസിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു ഓവർവ്യൂ പറഞ്ഞായിരുന്നു. ഐപ്രോവൈസ് വരാൻ വേണ്ടി ഒന്നാമത്തെ വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം ആ ഒരു വീഡിയോയിലൊക്കെ കാണുന്ന രീതിയിൽ നല്ല നല്ല ആനിമേഷൻസ്, നല്ല നല്ല ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് ആ ഒരു വീഡിയോ ബേസ്ഡ് ആയിരുന്നു നമ്മുടെ ഷവമി ഒഫീഷ്യലായിട്ട് ഇറക്കിയത്. അപ്പോൾ റെഡ്മി നോട്ട് 11 വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഐപ്രോവൈസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ് ആണ് ലോക്ക് സ്ക്രീൻ. ഓക്കെ, അപ്പോൾ ലോക്ക് സ്ക്രീൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും നല്ല രസമാണ്. കാണുന്നുണ്ടോ? ഓക്കെ, കണ്ടോ, നമ്മുടെ ആ ഒരു ലോക്ക് സ്ക്രീന് ബേസ്ഡ് ആയിട്ടുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ പൊളിയാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ഐപ്രോവൈസിനെ പറ്റി പറയാനുണ്ട്. അത് നമ്മൾ ഈ റെഡ്മി നോട്ട് 11 ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നു നോക്കാം. അപ്പം ആദ്യം തന്നെ ഈ ഒരു ഐപ്രോവൈസിനെ പൊക്കിയടിക്കാൻ ഒരു എന്താ പറയുക ഉദ്ദേശവും എനിക്കില്ല. അവരെ പ്രൊമോട്ട് ചെയ്യാനോ അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. ആഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഡ്സ് ഉണ്ട്. അത് റെഡ്മി നോട്ട് എന്ന് പറയുമ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നുണ്ട് തന്നെ. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നമുക്കിവിടെ ആഡ്സിൻ്റെ പരിപാടികളൊക്കെ നമുക്ക് കാണുന്നുണ്ടാവും കേട്ടോ. ഇങ്ങനെ കുറേ ആഡ്സും പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഇങ്ങനെ നെക്കി പിടിച്ച് ഇത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ റിമൂവ് ഉണ്ട്, അങ്ങനെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളാനാണ് റെഡ്മി നമ്മളോട് പറയുന്നത്. അപ്പോൾ ഓക്കെ, നമുക്കത് കളയാം. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഈ ഒരു ഡിവൈസിൽ ഈ ഒരു ഐപ്രോവൈസ് ഇത്ര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ആ ഒരു പ്രീമിയം ഡിവൈസസിലൊക്കെ ഉള്ള ആ ഒരു വർക്കിംഗ് ജസ്റ്റ് ഊഹിക്കാം. അപ്പോൾ അതാണ് മെയിനായിട്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ. ഈ ഒരു ഐപ്രോവൈസിൻ്റെ അപ്ഡേറ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ എബൌട്ട് ഫോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഐപ്രോവൈസ് എന്നൊക്കെ കാണിക്കാൻ പറ്റും. ഷവമി ഐപ്രോവൈസ് വേർഷൻ നമ്പർ എന്ന് പറയുന്നത് 1.0.1.0. പിന്നെ TG എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം ഐപ്രോവൈസ് കിട്ടിയ എല്ലാവർക്കും ഇതൊരു 1.0 കിട്ടുക. കാരണം വേറെ ഒന്നുമല്ല, ഭൂരിഭാഗം ഡിവൈസസ് റെഡ്മിയുടെ മിക്ക പ്രീമിയം ലെവലിലുള്ള ഡിവൈസസിലൊക്കെ ആൻഡ്രോയിഡ് 14 അപ്ഡേറ്റ് കിട്ടി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് റെഡ്മി നോട്ട് 11 വരുമ്പോൾ ഇവിടെ നമുക്ക് ഐപ്രോവൈസിൻ്റെ അപ്ഡേറ്റ് കിട്ടുമെങ്കിലും ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആയിട്ടില്ല. ആൻഡ്രോയിഡ് ഇപ്പോഴും 13 തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഒരു ഐപ്രോവൈസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആൻഡ്രോയിഡിൻ്റെ വേർഷൻ ഇതുവരെ നോക്കിയിട്ടില്ല, ജസ്റ്റ് നോക്കി നോക്കുക ആൻഡ്രോയിഡ് 14 ആയിട്ടുണ്ടോന്ന്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസസിൻ്റെ ആ ഒരു പേരൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ, കമൻറ്റിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക കമ്പയർ ചെയ്യാൻ പറ്റും. ഇത് ബഡ്ജറ്റ് ഡിവൈസസിൽ ഇങ്ങനെയും അതുപോലെ പ്രീമിയം ഡിവൈസസിലൊക്കെ അങ്ങനെയും വരുന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ എന്തായാലും ഐപ്രോവൈസ് ഇപ്പം നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു പോരായ്മയായിട്ട് പറയാനായിട്ട് അതാണുള്ളത്. രണ്ടാമത്തെ ഒരു പോരായ്മയോട് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയെല്ലാം നല്ല കാര്യങ്ങൾ പറയാം. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ MI ഈ ഐപ്രോവൈസിൻ്റെ ആ ഒരു പ്രൊമോഷൻ്റെ സമയത്ത് അവർ പറഞ്ഞിരുന്നു ആ ഒരു OS ഫയലിൻ്റെ ഒക്കെ ആ ഒരു സൈസ് നല്ല രീതിയിൽ റെഡ്യൂസ് ആവുന്നുണ്ടെന്നാണ്. പക്ഷേ ഇവിടെ ഐപ്രോവൈസിൽ വലിയ രീതിയിലുള്ള ചേഞ്ച് ഒന്നുമില്ല. ആ ഒരു MIUI 14.0.5 എത്രയാണോ ഉണ്ടായത്, അതായത് 18.18 GB ആണ് അതിൻ്റെ ആ ഒരു OS ഫയൽ വന്നത്. അതിനൊരു മാറ്റവും ഇല്ല ഈ ഒരു ഐപ്രോവൈസിലേക്ക് അപ്ഡേറ്റ് ചെയ്തപ്പോൾ. അപ്പം അതും ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. ഇനിയിപ്പം അടുത്ത അപ്ഡേറ്റിൽ ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ആൻഡ്രോയിഡ് 14 ആ ഒരു ബേസിൽ അപ്ഡേറ്റ് വരുമ്പോൾ. ഇനിയിപ്പോൾ ബാക്കി ഐപ്രോവൈസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ ഒരു ഓവറോൾ ആയിട്ടുള്ള നല്ലൊരു അപ്ഡേറ്റ് ആണ് ഐപ്രോവൈസ്. ആഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റ് ഡിവൈസിൽ മാത്രമാണ് അങ്ങനെ ഒരു ആഡും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അത് സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ ഓവറോൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഐപ്രോവൈസിൻ്റെ ഒരു അപ്ഡേറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. സന്തോഷമായില്ലേ MIUI നല്ലൊരു അപ്ഡേറ്റ് ആണ്. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു നല്ല ഒപ്റ്റിമൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. MIUI മറ്റേ ആ ഒരു 14 ബെസ്റ്റാണ്. ആഡ്സിൻ്റെ കാര്യത്തിലൊന്നും കുറവില്ലെങ്കിലും ആ ഒരു ഓപ്പറേഷനിലും അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സും നല്ല രീതിയിൽ ഈ ഒരു റെഡ്മി നോട്ട് 11 പവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലോക്ക് സ്ക്രീൻ ആയാലും തന്നെ അത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഫീച്ചറാണ്. ഈ ഒരു 4 GB ഉള്ള ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സെറ്റിങ്സ് ഒക്കെ മാറ്റാനൊക്കെ നമുക്ക് പെട്ടെന്ന് പറ്റും. എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആ ഒരു ഫ്ലൂയിഡിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഹാങ് ലാഗൊക്കെ ഉണ്ട് ഈ ഒരു 4 GB. പക്ഷേ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നല്ല ഫീച്ചറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ബ്ലോക്ക് സ്ക്രീനിൽ നമുക്ക് കുറേ അധികം രീതിയിൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ആ ഒരു ഫീച്ചർ ഇതിനകത്ത് അവൈലബിൾ ആണ്. രണ്ടാമതായിട്ട് ഇതിൻ്റെ ആ ഒരു കൺട്രോൾ സെൻറ്ററാണ് നല്ലൊരു ചേഞ്ചാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ആക്കിയിട്ടുണ്ട്. മറ്റേ സൈസിനേക്കാളും എനിക്ക് ഇതിനോട് ഇഷ്ടപ്പെട്ടത് ഈ ടൈപ്പാണ്. ജസ്റ്റ് റൗണ്ട് സർക്കിളും പരിപാടികളൊക്കെ നൈസാണ്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. പിന്നെ അഡീഷണലായിട്ട് ഈ ഒരു ഐപ്രോവൈസിൻ്റെ മെയിൻ ഉദ്ദേശം അവരുടെ ആ ഒരു സ്മാർട്ട് കണക്ടിവിറ്റി ഉണ്ടല്ലോ, മറ്റേ അവരുടെ MI സ്മാർട്ട് ഡിവൈസസിനൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ്. അതിനുവേണ്ടി ഇവർ Mi Home എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാനുള്ള എന്താ പറയുക ഇങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ Mi ഡിവൈസസ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് ഒറ്റൊരു വിരൽത്തുമ്പിൽ കൺട്രോൾ ചെയ്യാനൊരു സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. കാരണം MI സ്മാർട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നവർക്ക്. പിന്നെ ഒരു മ്യൂസിക് പ്ലെയർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് പ്ലേ ആകുമ്പോൾ മ്യൂസിക്കിൻ്റെ ആ ഒരു കൺട്രോൾ സെൻറ്ററും
മറ്റേ ഇവിടെ ഇരിക്കുന്ന ഈ കൺട്രോൾ സെൻറ്ററും രണ്ടായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കും. ഒരു മ്യൂസിക് പ്ലേ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ പാനലിൻ്റെ അവിടെ ഇങ്ങനെയും അതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ ഇവിടെ ഇങ്ങനെ. അപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. രണ്ട് സൈഡിലും ആൾക്കാരെ കൺഫ്യൂഷൻ ചെയ്യാനുള്ള സെറ്റപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ആവശ്യവും ഉണ്ടോയെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് പിന്നെയും കുഴപ്പമില്ല. ഈ നോട്ടിഫിക്കേഷൻ സെൻറ്റർ ഇപ്പം MIയുടെ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ സെൻറ്റർ ഇങ്ങനെ വലിക്കുക, നോട്ടിഫിക്കേഷൻ എടുക്കണമെങ്കിൽ ഇവിടെ, കൺട്രോൾ പാനലാണെങ്കിൽ ഇവിടെ. അപ്പം മെയിൻ ഡിഫറൻസ് ഇവിടെയും നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ മ്യൂസിക് പ്ലെയർ വരും, ഇവിടെയും വരും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം, ഇതിനകത്ത് ഏത് വിഡ്ജറ്റ് നമ്മൾ ഓപ്പൺ ചെയ്താലും ഓൺ ചെയ്താലും ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമുക്ക് നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫീച്ചറാണ്. പക്ഷേ ഇതിൻ്റെ Redmi Note 11ൻ്റെ ഹാപ്റ്റിക്സ് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര വലിയ എക്സ്പീരിയൻസ് കിട്ടില്ല. പക്ഷേ പ്രീമിയം ആയിട്ടുള്ള ഡിവൈസസിൽ Redmi 12 സീരീസ് അതുപോലെ തന്നെ MIയുടെ കുറച്ച് 14 സീരീസ് 13 സീരീസിലൊക്കെ നൈസ് ഹാപ്റ്റിക്സ് ആയിരിക്കും നമുക്ക് ഈ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ആക്കുമ്പോൾ ഓഫ് ആകുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ചെറിയ സാധനങ്ങളാണ്, പക്ഷേ നല്ല രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് ഓവറോൾ ആയിട്ടുള്ള ആ ഒരു UIയുടെ ആ ഒരു ഫ്ലൂയിഡിറ്റിയും പരിപാടികളൊക്കെയാണ്. നമുക്ക് ഓടി ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. ഇപ്പം സെറ്റിങ്സ് എടുത്താൽ തന്നെ സെറ്റിങ്സിൽ നമുക്കിങ്ങനെ ഓടി ചെയ്യാം ഓരോ കാര്യങ്ങൾ അങ്ങനെ. പിന്നെ ഇതൊരു 4 GB റാമിൻ്റെ സാധനമാണെന്ന് ഓർക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലാഗൊക്കെ ഉണ്ട്. ഇപ്പം ഹെവി ഗെയിമിംഗ് ഒന്നും ഇതിനകത്ത് ശരിക്കും നടക്കില്ല. ഇപ്പോൾ ചെറിയ ഗെയിം, ഇപ്പോൾ ഞാനിവിടെ മെയിനായിട്ട് കളിക്കുന്നത് ഷാഡോ ഓഫ് ഫൈറ്റ് എന്ന് പറയുന്ന ഗെയിമാണ്. അതൊക്കെ നൈസായിട്ട് കളിക്കാൻ പറ്റും. പക്ഷേ ഓവർ ടൈം കുറേ നേരം കളിക്കുമ്പോൾ അത് വലിയ അലമ്പാവും. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഒരു ഓവറോൾ ആയിട്ടുള്ള പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ. ഇനി അടുത്തൊരു അഡീഷണൽ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പുതിയ UI ആണ്. MI Sans എന്ന് പറഞ്ഞിട്ടൊരു പുതിയ UI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഫോണ്ട് സെറ്റിങ്സിലേക്ക് വരാം. എന്നിട്ട് ഇവിടെ MI Sans കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ഫോണ്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കിട്ടും. അടിപൊളിയാണത്. അപ്പം ആ ഒരു ലോക്ക് സ്ക്രീനിലെ സെറ്റിങ്സ് ആണ് മെയിൻ സെറ്റിങ്സ് ഈ ഒരു അപ്ഡേറ്റിൽ. അപ്പോൾ അത് എടുക്കാനായിട്ട് നിങ്ങളിവിടെ വാൾപേപ്പറിൽ വന്നു കഴിഞ്ഞാൽ മേളിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ലോക്ക് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ലോക്ക് സ്റ്റൈൽ ഇല്ലേ? അപ്പോൾ ആ ലോക്ക് സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ലൊരു ഇൻ്റർഫേസിലേക്കാണ് വരാം. അപ്പം കണ്ടോ, നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ഫ്ലൂയിഡിറ്റി വരില്ലേ. അപ്പം ഈ 4 GB ഉള്ള ഡിവൈസിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്വൈപ്പ് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഈ സംഭവമാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ അത് മാറ്റി നമുക്ക് ഇതൊന്നും ഇട്ടിട്ട് കസ്റ്റമൈസ് എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാൾപേപ്പറും ഫിൽറ്ററും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിൽറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നത്തിങ്ങിൻ്റെ സംഭവം, ആ ഒരു ഗ്ലാസ് സംഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു മാറ്റ് എഫക്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസിൻ്റെ സെറ്റപ്പൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതും നൈസാണ്. വാൾപേപ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാൾപേപ്പറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഈ അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഐഫോണിലൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് ലോക്ക് സ്ക്രീൻ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ പിന്നെ അടിച്ചു കൊടുത്താൽ മതി. കണ്ടോ, നമ്മൾ ഐഫോണിലൊക്കെ കാണുന്ന ആ ഒരു സെയിം സെറ്റപ്പ് ലോക്ക് സ്ക്രീൻ തന്നെ ഇരുന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ. ഇനിയിപ്പോൾ അടുത്തൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്നിട്ടുള്ള ബാറ്ററി സെറ്റിങ്സ് ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി സെറ്റിങ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നേരത്തെ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു. ഇപ്പം പുതിയ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. പവർ, കറൻറ്റ് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമുക്ക് ബാലൻസ്ഡ്, ബാറ്ററി സേവർ, പിന്നെ അൾട്രാ ബാറ്ററി സേവർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രീമിയം ഡിവൈസസ്, പവർഫുൾ ആയിട്ടുള്ള ഡിവൈസസിൽ നമുക്ക് അവിടെ പെർഫോമൻസ് മോഡ് മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഉണ്ടാവും. പിന്നെ ഉള്ളത് ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ എത്ര പ്രാവശ്യം നമ്മൾ ചാർജ് ചെയ്യാൻ ഈ ഒരു ഫോൺ ഇന്നത്തെ ദിവസം കുത്തിയെന്നൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാനിവിടെ 2 പ്രാവശ്യമാണ് 2 ടൈംസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് നല്ലൊരു ഫീച്ചർ, ബാറ്ററിയുടെ സേവ് ചെയ്യുന്ന കുറച്ച് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ക്യാഷ് കളയാനും അതുപോലെ തന്നെ മൊബൈലിൻ്റെ ഡേറ്റ ഓഫ് ചെയ്യാനും പിന്നെ നൈറ്റ് ടൈം മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഓപ്ഷൻസാണ് വന്നിട്ടുള്ളത്. മൊബൈൽ ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം ഫോൺ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യാം ബാറ്ററി സേവ് ചെയ്യാനായിട്ട്. പിന്നെ ക്ലിയർ ക്യാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ റാമൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേയധികം അൺനെസസറി ആയിട്ടുള്ള മെമ്മറി ഇവിടെയൊക്കെ ലോസ്റ്റ് ആവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലിയർ ക്യാഷ് ചെയ്യാൻ പറ്റും നമ്മൾ ഫോൺ ലോക്ക് ആണെങ്കിൽ. അപ്പോൾ അതിൻ്റെ സമയം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 5 മിനിറ്റെന്നോ അല്ലെങ്കിൽ 1 മിനിറ്റ് ആക്കിയും അതുപോലെ നെവറൊക്കെ ആക്കി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ സേവ് ഒക്കെ ചെയ്ത് ജസ്റ്റ് ഫോൺ പെട്ടെന്ന് ലോക്ക് ചെയ്തെന്ന് വിചാരിക്കുക, എന്തെങ്കിലും അർജൻറ്റ് കേസ് വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ഫോൺ ഇങ്ങനെ 1 മിനിറ്റ് 5 മിനിറ്റിലേക്ക് ഇടുവാണെങ്കിൽ, ഈ ഒരു ഓപ്ഷൻ അങ്ങനെ ഇടുവാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോസസ്സ്, ആ ഒരു സേവ് ചെയ്ത സംഭവങ്ങളൊക്കെ ക്ലിയർ ആയി പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നെവർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇപ്പോൾ എന്നും അങ്ങനെ ചെയ്ത് ലോക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, അല്ല ജസ്റ്റ് നോർമൽ യൂസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റിനൊക്കെ ക്ലിയർ ക്യാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ആക്കിയിട്ടാൽ ബാറ്ററിക്ക് നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ ആ ഒരു ഫോണിൻ്റെ പെർഫോമൻസും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും.
പിന്നെ ഒരു മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ആ ഒരു ഫയൽ മാനേജറാണ്. ഇപ്പോൾ ഫയൽ മാനേജർ നല്ല രീതിയിൽ പുതിയ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫയൽ മാനേജർ ഇങ്ങനെ നല്ല രീതിയിലുള്ള UI ആയെങ്കിലും ഇത് ചില സമയത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ആഡ് വരും. എന്നിട്ട് നമ്മൾ സ്കിപ്പൊക്കെ ചെയ്താൽ മാത്രമേ ഇത് ഓൺ ആയിട്ട് വരുള്ളൂ. ഓക്കെ, പക്ഷേ നല്ലൊരു ഫീച്ചർ ആയിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, മറ്റേ ആ ഒരു ടൈപ്പ് ഫയൽസ് മാനേജർ മാറ്റി ഈ ഒരു ഫയൽ മാനേജർ ഒരു ഡിസൈനിൽ അടിപൊളിയായിട്ട്, അതായത് ഒരു മിനിമൽ ആയിട്ടുള്ളൊരു ഫയൽ മാനേജർ സെറ്റപ്പ് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അടിപൊളിയാണ്. പിന്നെ നമ്മൾ iProOS പറ്റി നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എലിജിബിൾ ഡിവൈസസും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ചൈനയുടെയും അതുപോലെ തന്നെ ഈ ഒരു ഇന്ത്യൻ ഗ്ലോബൽ വേരിയൻറ്റിൻ്റെ നമ്മളൊരു കമ്പാരിസൺ നടത്തിയായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ എടുത്തിട്ട് ബാക്ക് അടിക്കുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ ജസ്റ്റ് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യണം. യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ബാക്ക് അടിക്കാനുള്ള ഈ ഒരു ബാക്ക് അടിക്കുമ്പോൾ ആ ഒരു ആനിമേഷൻ ആ ഒരു യൂട്യൂബ് ആപ്പിൻ്റെ അകത്തേക്ക് പോയിട്ട് ആ ഒരു യൂട്യൂബിൻ്റെ ആ ഒരു ഐക്കണൊക്കെ ഇളകുന്ന രീതിയിലുള്ള ഒരു ആനിമേഷനാണ് ഈ ഒരു iProOSൻ്റെ ചൈനീസ് വേർഷനിലൊക്കെ വരുന്നത്. അതൊന്നും നമുക്ക് ഈ ഇന്ത്യൻ വേർഷനിൽ വരില്ല. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ iProOS ഈ ഒരു റെഡ്മി നോട്ട് 11 അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു സംശയം വേണ്ട. ആ ഒരു പ്രീമിയം ഫീൽ, ഇപ്പം ഈ ഒരു 13 രൂപയുടെ ഫോണൊന്നും പറയില്ല, ആ ഒരു ലെവലിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ iProOS തരുന്നത്. ഇനിയിപ്പോൾ ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസ് എന്താ പറയുക, നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ ഫോട്ടോസൊക്കെ നല്ല ലൈറ്റിൻ്റെ തരും, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു വിലയ്ക്ക് ഈ ഒരു 13,000 രൂപയുടെ ഫോണിൽ നമ്മൾ 20,000 രൂപയുടെ ആ ഒരു ക്യാമറ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കരുത്. അതൊരു സാധാരണ, അതൊരു ജസ്റ്റ് കോമൺ സെൻസ് ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ രീതിയിലുള്ള ബൂസ്റ്റ്, അതായത് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഈ ഒരു ഡിവൈസ് MI അല്ലെങ്കിൽ റെഡ്മി ഇതിൻ്റെ ക്യാമറയെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ഒന്നും ഈ ഒരു iProOSന് കൊടുത്തിട്ടില്ല. പഴയ ആ ഒരു സെയിം ക്യാമറ എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് നല്ലൊരു ക്യാമറ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഈ ക്യാമറ സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചിട്ട് ആ ഒരു പ്രോ മോഡിലിട്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫോട്ടോ കിട്ടും, നല്ല ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ വീഡിയോഗ്രാഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ പരിതാപകരം തന്നെ പറയാം, അത്ര നല്ലൊരു ഔട്ട്പുട്ടൊന്നും അല്ല ഇതിൻ്റെ വീഡിയോ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയതായിട്ട് ഫീൽ ചെയ്തില്ല ഈ iProOSൻ്റെ അപ്ഡേറ്റ് വന്നിട്ട് ക്യാമറയുടെ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടോയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രേ ഉള്ളൂ എനിക്ക് ക്യാമറയെ പറ്റി പറയാം. അപ്പം ഈ ഒരു റെഡ്മി നോട്ട് 11 iProOS നിങ്ങൾക്ക് എന്ത് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നല്ല രീതിയിൽ നല്ലൊരു UIയിൽ അത്യാവശ്യം ഈ ഒരു 4 GB റാമിനുള്ളിൽ നിങ്ങൾക്ക് നൈസായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിന് റാം എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ 64 GB ഇൻറ്റേർണൽ മെമ്മറി വരുന്നതാണ്. അപ്പോൾ അതിന് 64 GB 55 GB യൂസറാണ്. ഇനി അതിൽ ഒരു മെമ്മറി എക്സ്റ്റൻഷൻ എടുത്തും 4 GB + 2 ആക്കി മൊത്തം 6 GB ആക്കിയാലും അവരുള്ള എക്സ്പീരിയൻസ് കളയാം. അതല്ലാതെ വേറെ ഒരു പെർഫോമൻസ് ബൂസ്റ്റ് നമുക്ക് ഇത് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള ആ ഒരു 4 GB റാമിൽ തന്നെ പോവുക, ആ മെമ്മറി എക്സ്റ്റൻഷൻ ഒരു പരിപാടിയൊക്കെ ഓഫ് ചെയ്തിടാം. ആ ഒരു iProOS നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഈ ഒരു ഫോണിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഓവറോളായിട്ട് ഈ ഒരു iProOS എനിക്ക് ഈ റെഡ്മി നോട്ട് 11 സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഒന്നാമത്തെ കാര്യം റെഡ്മിയാണ്. ഞാനിത് അപ്ഡേറ്റ് ചെയ്യാനായിട്ടത് എന്താ പറയുക, ഇതിൻ്റെ കേസൊക്കെ ഒരു ചാർജറിൽ നിന്നൊക്കെ മാറ്റി വൈഫൈ മാത്രം ഓണാക്കിയിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ നോക്കിയിട്ടാണ് അപ്ഡേറ്റ് ചെയ്തത്. കാരണം റെഡ്മിയാണ്, ഗ്രീൻ ലൈൻ ഇഷ്യൂ അല്ല, മദർ ബോർഡ് അടിച്ചു വരുന്ന ടീംസാണ്. അപ്പം നമ്മൾ കുറച്ച് കെയർ കൊടുത്തില്ലെങ്കിൽ കുറച്ച് നല്ല രീതിയിലുള്ള പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സംഭവം വേറൊരു ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്യുക, ഫോണോ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. ഫുൾ പ്രോസസ്സ്, ഞാൻ മൊത്തം ഫുൾ പ്രോസസ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചു. കാരണം നമ്മുടെ ഭാഗത്തൊരു പ്രശ്നം ഇരുന്ന് ക്ലിയർ ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ളൊരു പ്രൂഫിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനിയിപ്പോൾ അതായിട്ട് നമ്മൾ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണിക്കാം. ഓക്കെ, അങ്ങനെ അപ്പോൾ നമുക്ക് എന്താ പറയുക, ചിലപ്പം റീപ്ലേസ് ചെയ്യോ അല്ലെങ്കിൽ വാറൻറ്റിയോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്പ്ലേ പാർട്ട് വരെ മാറ്റി തരാനുള്ള ഓപ്ഷൻ ചിലപ്പം ആ ഒരു സർവീസ് സെൻറ്റർ കാര്യം കാണിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗം റീകാര്യം വെക്കാനായിട്ട് ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന അടിപൊളിയായിരിക്കും. ഞാനത് ചെയ്തായിരുന്നു. iProOS ഏകദേശം ഒരു 1.2 GB അങ്ങാണ്ടായി ഇത് ഇന്നെ വന്നപ്പോൾ. അപ്പോൾ ആ ഒരു സൈസിന് തന്നെ ആയിരിക്കും മിക്ക ഡിവൈസസിനും വരാം. പ്രീമിയം ഡിവൈസസ്, അതായത് ഒത്തിരി കൂടിയ ഡിവൈസസിനൊക്കെ കുറച്ച് MB ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് ചിലതിൽ ഇപ്പം 3 GB ഒക്കെ വന്നേക്കാം. ചിലപ്പം ആൻഡ്രോയിഡ് 14 കൂടി അപ്ഡേറ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കാം. അപ്പോൾ എന്തായാലും അതൊക്കെ അങ്ങനെയൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആരും കമൻറ്റ് ചെയ്യുക. എനിക്കിവിടെ iProOSൻ്റെ ആ ഒരു അപ്ഡേറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ, അല്ലാതെ മറ്റേ ആൻഡ്രോയിഡ് 14 അപ്ഡേറ്റ് ഇൻക്ലൂഡ് അല്ലായിരുന്നു. ഇത്രേ ഉള്ളൂ iProOSനെ പറ്റി പറയാൻ. നല്ലൊരു അപ്ഡേറ്റാണ്, പോയി ചെയ്തോ, നൈസായിട്ട് ചെയ്യുക. ഓക്കെ, ബൈ.